ഇനി നമുക്ക് ഉള്ളിവട ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സവോള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയും ഞാനിവിടെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളകും ഇതേപോലെ തന്നെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. വടയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടായിരിക്കണം. അപ്പോഴായിരിക്കും വടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ചേർക്കുമ്പോൾ പതുക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. പിന്നെ തൈര് വേണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് എടുത്തേക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും വേണം. ഈ ബേക്കിംഗ് സോഡയുടെ കൂടെ ഈ തൈരും കൂടിയും ചേർത്തിട്ട് നമ്മൾ വട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് തൈരും കൂടിയും ചേർക്കുന്നത്. സാധാരണ തൈര് ചേർക്കാറില്ല, പക്ഷേ ഇതേപോലെ തൈര് ചേർത്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ വടയാക്കാന്ന്. ഇനി വടക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും ഈ ബേക്കിംഗ് സോഡ ഈ മൈദപ്പൊടിയിൽ നന്നായിട്ട് മിക്സ് ആവുക. ഇതിലേക്ക് സവോള ചേർക്കാം. ഞാനിവിടെ 2 മീഡിയം സവോള ഇതേപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. സവോളയ്ക്ക് കുറച്ച് കൂടുതൽ ചേർക്കണം, അപ്പോഴായിരിക്കും വടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇഞ്ചി ചേർക്കുക. ഇഞ്ചിയും ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. കറിവേപ്പില ചേർക്കുക. കറിവേപ്പില ചേർക്കുമ്പോൾ പതുക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഈ സവോളയ്ക്കും കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മിയിട്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഈ മൈദപ്പൊടിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കട്ട തൈര് ചേർക്കാം. ഇതേപോലെ കട്ട തൈര് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിലും മുമ്പ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കട്ട തൈര് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ നോക്കിയിട്ട് അതേപോലെ തൈര് ഉണ്ടാക്കുക. ഈ അതേപോലെ നല്ല കട്ട തൈര് നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. നിങ്ങൾക്ക് എന്ത് റെസിപ്പി വേണമെന്നുണ്ടെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ആ റെസിപ്പിയുടെ പേരടിച്ചിട്ട് മിയ കിച്ചൺ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മാവ് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കണം. ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്, ഒരുപാട് തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യരുത്. നിങ്ങളിങ്ങനെ ഓരോ ഇതേപോലെ ഇങ്ങനെ ചെറിയൊരു ബോളാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് നോക്കാം. ഇതേപോലെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. വെള്ളം ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വടയുടെ ഷേപ്പാക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനി ഇതൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. നല്ല തണുപ്പുള്ള സ്ഥലത്തേക്കാണെങ്കിൽ ചെറുതായിട്ട് വാമായിട്ടുള്ള സ്ഥലത്ത് വയ്ക്കുക. അപ്പോൾ ഈ മാവ് ഞാനിവിടെ ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വടയുടെ ഷേപ്പിൽ ഓയിലിലേക്ക് ഇടുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ഈ വലത്തെ കൈ കൊണ്ട് ഓരോ ചെറിയ ഉരുളയായിട്ട് എടുക്കണം. അപ്പോൾ ഈ വലത്തെ കൈയുടെ ഈ വിരലും നമ്മളൊന്ന് വെള്ളത്തിലും നനയ്ക്കണം. ആ വെള്ളത്തിൽ നനയ്ക്കുന്നത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ നനയ്ക്കുന്നത്. ഇതേപോലെ കൈയൊന്ന് വെള്ളത്തിൽ നനയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുനിന്ന് ഓരോ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ ഓരോ ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഈ ബോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇടത്തെ കൈയുടെ ഉള്ളിൽ ഇതേപോലെ കുറച്ച് വെള്ളം തടവിയിട്ട് ഇത് ഇടത്തെ കൈയിലേക്ക് വയ്ക്കുക. ഇത് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നിങ്ങൾ വലത്തെ കൈ കൊണ്ട് എടുക്കുമ്പോൾ വലത്തെ കൈയിലും കുറച്ച് വെള്ളം നനയ്ക്കണം. പിന്നെ ഇടത്തെ കൈയിലേക്ക് വെക്കുമ്പോൾ ഇടത്തെ കൈയുടെ ഉള്ളിലും കുറച്ച് വെള്ളം വയ്ക്കണം. അപ്പോൾ ഈ ചൂണ്ടാണി വിരൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളത്തിൽ മുക്കണം. എന്നിട്ട് ഇതിങ്ങനെ സെൻറ്ററിൽ ഇതിങ്ങനെ ഒരു ഹോളാക്കണം. ആ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഇതേപോലെ സെൻറ്ററിൽ ഹോളാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ കൈ ഇങ്ങനെ കമത്തുമ്പോൾ ഇതിങ്ങനെ വിട്ടുപോരും. എന്നിട്ട് ഇതിങ്ങനെ ഓയിലിലേക്ക് ഇടണം.
ഇപ്പോൾ വട വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്ന പോലെ അതേപോലെ കയ്യിലെടുത്തിട്ട് ഷേപ്പാക്കിയിട്ട് ഓരോ വടയായിട്ട് ഈ ചൂടായ ഓയിലിലേക്ക് ഇടുക. ഓയിലിലേക്ക് ഇടുമ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കുക. ഇത് നിങ്ങൾ ഇട്ട വഴിക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ പിന്നെ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടില്ല. അത് ഇട്ട വഴിക്ക് തന്നെ തീ കുറയ്ക്കരുത്. പതുക്കെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ മാത്രം തീ കുറച്ചാൽ മതി. നമ്മൾ ഏറ്റവും ആദ്യം ഇട്ടത് നന്നായിട്ട് മുരിഞ്ഞിട്ടിട്ട് ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റുക. ഇപ്പോൾ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററി മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ട് ഷേപ്പാക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ അത് ഓയിലിലേക്ക് ഇടുമ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഓയിലിട്ട് കഴിഞ്ഞിട്ട് ഈ വട ഒന്ന് പതുക്കെ ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ പിന്നെ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മുരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അത് ഇട്ട വഴിക്ക് തന്നെ തീ കുറച്ച് വയ്ക്കരുത്. പതുക്കെ ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ട് മാത്രം തീ കുറച്ച് വയ്ക്കാം. അല്ലെങ്കിൽ ഇട്ട വഴിക്ക് തന്നെ തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വട ശരിക്കും പൊന്തി വരില്ല.